അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ അധ്യായത്തിൽ നാം പറഞ്ഞു വെക്കുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സംഘത്തിൻ്റെയും ഹിജ്റ യാത്ര ജസ്ദാസ എന്ന സ്ഥലത്തെത്തിയിരുന്നു എന്ന് നാം പറഞ്ഞു. ഇനി അവിടെ നിന്ന് മദീന മുനവ്വറയിലേക്ക് ഏതാണ്ട് 16 മൈൽ മാത്രമേ അകലമുള്ളൂ. മദീനയുടെ അത്രയും അടുത്തെത്തി എന്ന് ചുരുക്കം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും അവിടെ വെച്ചാണ് അബൂ മഅബദുൽ ഖുസാഇയെ സ്വീകരിച്ചത് എന്നും നാം പറഞ്ഞു. പിന്നെയും അവർ മുന്നോട്ട് നടക്കുമ്പോൾ മദീനയിൽ എത്തിച്ചേരുന്ന അതിർത്തി ഖുബ എന്ന പ്രദേശമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഭവവും അവർ യാത്ര ഇറങ്ങിയത് റബീഉൽ അവ്വൽ 1-ാം തീയതിയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. റബീഉൽ അവ്വൽ 8-ാം തീയതി അവർ മദീനയുടെ അതിർത്തി പ്രദേശമായ ഖുബയിലെത്തി. ഇപ്പോൾ മസ്ജിദ് ഖുബ നിൽക്കുന്ന സ്ഥലം അവിടെ എത്തിയ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സംഘത്തിനും രാജോചിതമായ സ്വീകരണമാണ് ലഭിച്ചത്. മദീനയിലുള്ള വിശ്വാസികൾ, മക്കയിൽ നിന്ന് ഹിജ്റ വന്നവരും അവരൊക്കെ തന്നെയും നബിയും സംഘവും വരുന്നുണ്ട് എന്ന വാർത്ത അറിഞ്ഞിരുന്നു. അതിലപ്പുറം ഇപ്പോൾ എവിടെ എത്തി, അവരുടെ യാത്രയുടെ പുരോഗതി ഏതെല്ലാം വിധമാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയാനുള്ള സംവിധാനങ്ങളും മാർഗങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരോരോരുത്തരും മനസ്സുകളിൽ മനക്കണക്ക് കൂട്ടി. ഏതാണ്ട് നബിയും സംഘവും ഖുബയിലാണ് എത്തിച്ചേരുക. കാരണം മക്കയിൽ നിന്ന് വരുന്നവർക്ക് വന്ന് കയറാനുള്ള അതിർത്തി പ്രദേശം ഖുബയാണ്. അവിടെ ഏതാണ്ട് എത്തിച്ചേരാൻ സാധ്യതയുള്ള ദിവസം നോക്കി അവർ അതിർത്തി പ്രദേശത്തേക്ക് എല്ലാവരും രാവിലെ തന്നെ വരാൻ തുടങ്ങി. വന്ന് ഒരുപാട് നേരം അവർ ദൂരെ കണ്ണും നട്ടിരിക്കും. ആരെയും കാണുന്നില്ല എന്ന് വന്നാൽ വെയിൽ ചൂടാകുമ്പോൾ അവരെല്ലാവരും വീടുകളിലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെയായിരുന്നു ഏതാനും 1-2 ദിവസങ്ങൾ. ഈ സംഭവം ആ പ്രദേശത്തുള്ള ഒരു ജൂതനായ കർഷകൻ കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ നബിയെ കാത്തു നിൽക്കുകയാണ് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പക്ഷേ അവർ വീണ്ടും നിരാശയിലേക്കാണ് എത്തിയത്. അന്നും വന്നില്ല. പതിവ് പോലെ അവർ മടങ്ങി. പക്ഷേ അവർ മടങ്ങി അധികം സമയം കഴിയുന്നതിന് മുമ്പ് അങ്ങേ തലക്കൽ ഒരൊട്ടക സംഘത്തിൻ്റെ വരവ് പ്രത്യക്ഷപ്പെട്ടു. അത് കാണാൻ അവിടെ ഉണ്ടായിരുന്നത് ആ പ്രദേശത്തെ ജൂതനായ കർഷകൻ മാത്രമായിരുന്നു. അതുകൊണ്ട് ആ കർഷകൻ ഓടിച്ചെന്ന് ഗ്രാമത്തിൽ പോയി പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും കാത്തു നിൽക്കാറുള്ള ആളില്ലേ, ആ സംഘം അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടതും ജനങ്ങളെല്ലാവരും അവരുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി ഖുബയുടെ അതിർത്തി പ്രദേശത്തേക്കെത്തി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും അപ്പോഴേക്കും അവിടെ എത്തിച്ചേർന്നിരുന്നു. നേരെ അവർ വന്നത് അംർ ഇബ്നു ഔഫ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ പ്രമാണിയായ ഒരാളുടെ വീട്ടിലായിരുന്നു. അവിടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ ഏതാനും ദിവസം, കൃത്യമായി പറഞ്ഞാൽ മസ്ജിദ് ഖുബ എന്ന ചരിത്ര ആരാധനാലയം അത് നിർമ്മിക്കുകയും
അവിടെ നിന്ന് മദീന നഗരത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചത് അവിടെയായിരുന്നു. ആ താമസത്തിൻ്റെ കാലഘട്ടം പല അഭിപ്രായങ്ങളുമുണ്ട്. പക്ഷേ ഏറ്റവും അധികം ആധികാരിക ചരിത്രങ്ങളിൽ ആവർത്തിച്ച് വന്നിരിക്കുന്നത് 4 ദിവസമായിരുന്നു എന്നാണ്. തിങ്കളാഴ്ചയാണ് നബിയും സംഘവും അവിടെ എത്തിയത്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 4 ദിവസങ്ങൾ അവരവിടെ താമസിച്ചു. ആ താമസത്തിനിടയിലാണ് അവിടെ ആദ്യത്തെ പള്ളി ഉയർന്നത്. ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥാപിച്ച ആദ്യത്തെ പള്ളിയാണ് മസ്ജിദ് ഖുബ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതകാലം മുഴുവനും മസ്ജിദ് ഖുബയുമായി ഒരു മാനസിക ബന്ധം സ്ഥാപിച്ചിരുന്നു. എല്ലാ ശനിയാഴ്ചയും നബി നടന്നോ വാഹനത്തിലോ ഖുബായിൽ പോകാറുണ്ടായിരുന്നു എന്ന് ചരിത്രം. ഖുബായിൽ നിസ്കരിക്കുന്നതിന് ഒരു ഉംറയോളം പ്രതിഫലമുണ്ട് എന്ന് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.